എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നത്. അപ്പം പലരും പറയുന്നുണ്ട് എക്സാം എളുപ്പമാണ്, എക്സാം പാടാണെന്ന്, അങ്ങനെ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഇത്തിരി കൂടെ ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ആ ഒരു പാറ്റേണിൽ കഴിഞ്ഞ വർഷത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഇത്തവണത്തേത് ഇത്തിരി കൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാ ആൻസറും എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് നമുക്ക് എന്തോരം സമയം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്, അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാലം ഇത്തിരി കൂടി ടഫായിരുന്നു ക്വസ്റ്റ്യൻസ്. കാരണം ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 10 to 13 ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് വരെയും അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 5 എണ്ണമൊക്കെയാണ് ഇത്തിരി ടഫായിട്ട് വന്നേക്കണ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു 28 വീഡിയോ ലെക്ചേഴ്സ് ആണ് നമ്മൾ ഒരു സീരീസ് ആയിട്ട് ഇട്ടത്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു അറൗണ്ട് 13 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത ആ ഒരു സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കി നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓൾമോസ്റ്റ് 13 ക്വസ്റ്റ്യൻസ് സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ബാക്കിയുള്ളത്. അതിലൊരു അത്യാവശ്യം നല്ലോണം പ്രിപ്പയർ ചെയ്തവർക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു ഇത് കോഡ് എയിലാണ്. കോഡ് എ ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. ഇതിനകത്ത് ഇവർ ഈ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ്, സം ഓഫ് ടു പോസിറ്റീവ് നമ്പർ 450 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ LCM 972 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 18 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സപ്പോസ് എക്സും വൈയും ആണ് നമ്മുടെ രണ്ട് നമ്പറുകളെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് നമ്പർ എന്ന് പറയുന്നത്? എന്തായിരിക്കും? LCM ഇൻറ്റു GCD ആണ്, അല്ലേ? LCM ഇൻറ്റു GCD ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ LCM എന്ന് പറയുന്നത് 972 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. GCD നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് GCD എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം? 18 ആയിട്ട് എടുക്കാം. സോ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? അത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17496 ആണ് കിട്ടുന്നത്. അതായത് രണ്ട് നമ്പറുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 450 ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 17496 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് y ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 450 മൈനസ് എക്സ് എന്ന് എഴുതാം, അല്ലേ? അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? എക്സ് ഇൻറ്റു 450 മൈനസ് എക്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 17496 എന്ന് കിട്ടും. അതായത് എങ്ങനെ വരും? ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 450 എക്സ് പ്ലസ് 17496 ഈക്വൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 43ഉം 407ഉം ആണ് കിട്ടുന്നത്. എക്സ് 43 വന്നു കഴിഞ്ഞാൽ y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 407 ആയിരിക്കും വരുന്നത്. സോ സമ്മ് നമുക്ക് 450 കിട്ടും. പക്ഷേ ഇവിടെ LCM നോക്കി, LCM ഓഫ് 43ഉം 407 എന്ന് പറയുന്നത് എത്രയാണ്? നോട്ട് ഈക്വൽ ടു 972 ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി 18 വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. സിമിലർലി നമ്മൾ ഏത് ഓപ്ഷൻ വെരിഫൈ ചെയ്ത് നോക്കിയാലും എങ്ങനെ തന്നെയാണ്? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാവുന്നതാണ്. പക്ഷേ ചില ചാനലിലൊക്കെ ഞാനിത് ശരിയാണെന്ന് ഇങ്ങനെ കണ്ടു. പക്ഷേ അത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ എഴുതി നോക്കിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്, തെറ്റായിട്ട് തന്നെയാണ് ഇത് തോന്നിയിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ റെപ്രസെൻറ്റേഷന് കൊടുക്കാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ എടുത്ത ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അറൗണ്ട് 10-13 ക്വസ്റ്റ്യൻ, നമുക്ക് ഒരിക്കലും 20 ക്വസ്റ്റ്യനും നമുക്ക് ആ ഒരു സെയിം പാറ്റേണിൽ ഒരിക്കലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ മോർ ദാൻ 10 ആ ഒരു സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത്യാവശ്യം നല്ലോണം പ്രിപ്പയർ ചെയ്തവർക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പം എക്സാം ഇത്തിരിയും കൂടി ടഫായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഇത്ര നാളെ 28 ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.